ജൂൺ 15 മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമായിരുന്നു. സിനിമാ പ്രേമികളുടെ ഹൃദയങ്ങളിൽ സമാനതകളില്ലാത്ത ശൂന്യത അവശേഷിപ്പിച്ച സത്യൻ മാഷ് വിട പറഞ്ഞ ദിവസം. 40-ാം വയസ്സിൽ സിനിമയിൽ പ്രവേശിച്ചതു മുതൽ 2 പതിറ്റാണ്ടോളം തൻ്റെ അസാധാരണ സിനിമകളിലൂടെ മലയാളക്കരയുടെ മനസ്സ് കീഴടക്കിയ നടൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് 53 വയസ്സ്. 1912 നവംബർ 9 തിരുവനന്തപുരത്തെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഇതിഹാസ താരം ജനിച്ചത്. ആദ്യജാതൻ. മുഴുവൻ പേര് ചെറുവിളാക്കത്ത് വീട്ടിൽ മാനുവൽ സത്യനേശൻ. പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് ചുവടുവെച്ചപ്പോൾ സത്യൻ എന്ന പേര് പ്രശസ്തനായി. സത്യൻ മാഷെ എന്നാണ് കേരളീയർ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചത്. ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിന് മേൽവിലാസം നേടിത്തന്ന നടന്മാരിൽ ഒരാൾ. നടൻ എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച വ്യക്തി. സിദ്ധി കൊണ്ട്, പുതുമ കൊണ്ട് സ്വന്തമായ ഇരിപ്പിടങ്ങൾ നേടിയെടുത്ത നടൻ. ഇങ്ങനെ നീളുന്നു മലയാളത്തിലെ മഹാനടന്മാരിൽ ഒരാളായ സത്യൻ മാഷിന്റെ വിശേഷണങ്ങൾ. മലയാള സിനിമാ ചരിത്രത്തിൽ നാഴികക്കല്ലായ ചെമ്മീനിലെ പളനിയെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. തച്ചോളി ഒതേനിലെ ഒതേനൻ, അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ, ഓടിയിൽ നിന്നിലെ പപ്പു, വാഴയമായത്തിലെ സുധീന്ദ്രൻ, ഈ കഥാപാത്രങ്ങളിലൂടെ സത്യന്റെ പ്രതാപം ഇന്നും മലയാളത്തിൽ നിറയുന്നു. നായർ പിടിച്ച പുലിവാൽ, ശരശയ്യ, കരകാണ കടൽ, ഒരു പെണ്ണിന്റെ കഥ, കള്ളിച്ചെല്ലമ്മ, അരനാഴിക്കരനേരം തുടങ്ങി എടുത്തു പറയേണ്ട ചിത്രങ്ങളേറെ. കൂടാതെ KS സേതുമാധവൻ സംവിധാനം ചെയ്ത 147 സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഓടയിൽ നിന്ന്, വാഴ്വയുമായും, അടിമകൾ, യക്ഷി, കടൽപ്പാലം, അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങി നിരവധി സിനിമകൾ ഇരുവരും ചേർന്ന് നിർമ്മിച്ചിരുന്നു. സത്യനു മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തത് 2 സിനിമകളായ കടൽപ്പാലം, കരകാണ കടൽ എന്നീ സിനിമകളും സംവിധാനം ചെയ്തത് സേതുമാധവനായിരുന്നു. സ്വകാര്യ ജീവിതത്തിൽ അധ്യാപകൻ, പട്ടാളക്കാരൻ, പോലീസ് ഇൻസ്പെക്ടർ എന്നീ വേഷങ്ങളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അവസാന നാളുകളിലും സത്യൻ മാഷ് ജോലി തുടർന്നു. രോഗവുമായി മല്ലിടുമ്പോഴും അദ്ദേഹം തൻ്റെ ഷെഡ്യൂൾ തെറ്റിച്ചിരുന്നില്ല. കുട്ടിയെടുത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രങ്ങളിലൊന്ന്. അങ്ങനെ 1971 ജൂൺ 15 സത്യൻ മാഷ് അർബുദത്തിന് കീഴടങ്ങി. മലയാള സിനിമയുടെ ചരിത്ര വഴികളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ, പകരം വയ്ക്കാനാകാത്ത അനശ്വര നടൻ സത്യൻ മാഷ് ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു.